തന്റെ കുഞ്ഞു രാജകുമാരിക്ക് മിനി കൂപ്പർ സമ്മാനിച്ച് നിവിൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുകയാണ്. മലയാള സിനിമയിലെ യുവതാരങ്ങൾ ഇപ്പോൾ കുഞ്ഞു വാവുകളെ കൊഞ്ചിക്കുന്ന തിരക്കിലാണ്. ദുൽഖർ സൽമാനും നിവിൻ പോളിയും തന്റെ കുഞ്ഞു മാലാഖമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ആകാംക്ഷാപൂർവ്വമാണ് ആരാധകർ നോക്കിയിരിക്കുന്നതും. ദുൽഖർ സൽമാൻ കഴിഞ്ഞ ദിവസം തന്റെ മകളുടെ സോക്സിന്റെ ചിത്രം പങ്കുവച്ചതിന് പുറമെയാണ് നിവിൻ തന്റെ മകൾക്കുള്ള സമ്മാനമായ BMW ലിമിറ്റഡ് എഡിഷൻ മിനി കൂപ്പർ എസ് കാർബണിന്റെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. 39 ലക്ഷമാണ് ഈ കാറിന്റെ എക്സ് ഷോറൂം പ്രൈസ്. ബ്ലാക്ക് മാറ്റ് ഫിനിഷിൽ റെഡ് സ്ട്രിപ്പുള്ള കാറാണ് നിവിൻ മകൾക്ക് സമ്മാനിക്കാൻ വാങ്ങിയിരിക്കുന്നത്. മെയ് 26-നാണ് നിവിന് കുഞ്ഞു ജനിച്ചത്. തനിക്ക് പെൺകുഞ്ഞു ജനിച്ച വിവരം നിവിൻ പോളി ഫേസ്ബുക്കിലൂടെയാണ് പങ്കുവച്ചത്. ഇറ്റ്സ് എ ഗേൾ എന്നെഴുതിയ പിങ്ക് കളർ ബലൂണിന്റെ ചിത്രമാണ് താരം പോസ്റ്റ് ചെയ്തത്. നിവിന്റെയും ദുൽഖറിന്റെയും മക്കളുടെ ഫോട്ടോ കാണാനായിട്ടാണ് ഇനി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. 2010 ഓഗസ്റ്റ് 28-നാണ് നിവിനും റിനയും വിവാഹിതരായത്. നിവിന്റെ മൂത്ത മകൻ ദാവീദിന് ഇപ്പോൾ 5 വയസ്സാണ്. ദാവീദിന്റെ വിശേഷങ്ങളും നിവിൻ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കാറുണ്ട്. അച്ഛനായതിന്റെ സന്തോഷത്തിലും പുതിയ ചിത്രങ്ങളുടെ തിരക്കിലുമാണ് നിവിൻ ഇപ്പോൾ. നിവിൻ ഇനി മേജർ രവി ചിത്രത്തിൽ നായകനാകാനുള്ള തയ്യാറെടുപ്പിലാണ്. വാർത്തകൾ സത്യമാണെങ്കിൽ മേജർ രവിയുടെ അടുത്ത ചിത്രത്തിൽ നായകൻ നിവിൻ പോളി ആയിരിക്കും. ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ഈ വർഷം അവസാനത്തോടെ ചിത്രം ആരംഭിക്കുമെന്നാണ് അണിയറയിൽ നിന്നുള്ള വിവരങ്ങൾ. ഇതൊരു റൊമാൻറ്റിക് ചിത്രമാണെന്നാണ് കേൾക്കുന്നത്. മേജർ രവി പരീക്ഷിക്കാത്തൊരു മേഖലയാണ് ഇത്. നിവിൻ പോളിയെ നായകനാക്കി ഒരുക്കുന്ന ഈ ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള പ്രണയ ചിത്രമാണെന്നാണ് വാർത്തകൾ. സ്ക്രിപ്റ്റിംഗ് പൂർത്തിയായി വരുന്നതേയുള്ളൂ. ഈ ചിത്രത്തിന് ഇനിയും പേര് തീരുമാനിച്ചിട്ടില്ല. ചിത്രത്തിലൂടെ ജോമോണ്ടി ജോൺ നിർമ്മാതാവായി തുടക്കം കുറിക്കുകയാണ്. നിർമ്മിക്കുക മാത്രമല്ല, ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നതും ജോമോൻ തന്നെയാണ്. ഗോപി സുന്ദറാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. നിവിന്റെ നായികയായി അഭിനയിക്കാൻ ഒരു പുതുമുഖ നടിയെ തിരയുകയാണ് ഇതിന്റെ ടീം. പേരും മറ്റു കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നുള്ളതും വൈകാതെ പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്.